ബീഹാറിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് എൻ.ഡി.എ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്നാണ് ജെ.ഡി.യു നേതാക്കളൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ബി.ജെ.പിക്കുള്ളിൽ മറ്റൊരു അഭിപ്രായം കൂടി ഉയരുന്നുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. ആ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ഉയർന്നു നിൽക്കുന്നത്. മറ്റൊരു കാര്യം, ബീഹാറിൽ വോട്ടുകൊള്ള നടന്നു എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും ആരോപിക്കുന്നത്. തേജസ്വി യാദവുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചാണ് എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതെന്നാണ് ജെ.ഡി.യു നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരും. ബി.ജെ.പിക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ അടുത്തയാഴ്ച ഉണ്ടാകുമെന്നും ജെ.ഡി.യു നേതാക്കൾ വ്യക്തമാക്കുന്നു. സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ബി.ജെ.പിയുടെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വൈകാതെ തന്നെ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും സർക്കാർ രൂപീകരണം സംബന്ധിച്ച ഔപചാരിക ചർച്ചകൾ ആരംഭിക്കുക എന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കണമെന്ന് സംസ്ഥാനത്തെ ചില ബി.ജെ.പി നേതാക്കൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നിതീഷ് കുമാർ തന്നെ തുടരട്ടെ എന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളതെന്നാണ് സൂചന. ഇതിനിടെ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പട്നയിൽ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. और मुझे खुशी है इस बात की कि मुख्यमंत्री जी ने जिस तरीके से एनडीए गठबंधन के हर एक घटक दल की भूमिका को सराहने का उन्होंने काम किया. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നു. മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ബീഹാറിൽ വോട്ടുകൊള്ള നടന്നുവെന്നാണ് കോൺഗ്രസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ 90% പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ്. ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ സംബന്ധിച്ച തെളിവുകൾ ശേഖരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബി. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.